ഹായ് ഫ്രണ്ട്സ്, ബൂനി അനാലിസിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയാസ് വേരിയൻസ് ട്രേഡ് ഓഫ് ഇൻ KNN. ഓക്കെ, അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇൻപുട്ട് ഡാറ്റ സെറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ രണ്ട് ടൈപ്പ് ഡാറ്റകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ചുവപ്പ് എടുത്തത് ചുവപ്പ് ഒരു ഡാറ്റ ഞാൻ ഒരു ചുവപ്പ് ഡാറ്റ എടുത്തിട്ടുണ്ട്. ഈ ചുവപ്പാകുന്നത് എന്താണ്? ഈ ചുവപ്പ് ഗ്രീൻ കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ k = 1, നിയറസ്റ്റ് നെയ്ബറിൻ്റെ വാല്യൂ 1 ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ചുവപ്പ് ഈ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് സെപ്പറേറ്റ് മിസ്ക്ലാസിഫയർ ആണ്, ഔട്ട്ലയർ അല്ല, മിസ്ക്ലാസിഫയർ. അപ്പോൾ ഈ ഡാറ്റ ഈ ഡാറ്റയിൽ നിന്ന് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് മാത്രം നമുക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ഇതിൻ്റെ നിയറസ്റ്റ് നെയ്ബറായിട്ട് കിട്ടുക. അപ്പോൾ ഇത് എക്സ്പോണൻ്റ് കേസ് ആണെങ്കിൽ അങ്ങനെ വരും. അതേപോലെ തന്നെ ഈ SQ2 കേസ് ആണെങ്കിലും ഈ ഗ്രീൻ്റെ ഇടയിൽ റെഡ് ആയിട്ട് വരുന്നു, പക്ഷേ ഇതേ കളറാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ K1 ആയതുകൊണ്ട് ഇതിൻ്റെ നിയറസ്റ്റ് നെയ്ബറുണ്ട്. ഇതും ഒരു ലൈന് വെച്ചിട്ടോ ഒരു ഇതായിട്ടോ ഒന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇങ്ങനെ മാക്സിമം ഇത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു K1 ആയതുകൊണ്ട് തന്നെ ട്രൈ ടു ഫിറ്റ് എവരി ഡാറ്റ പോയിന്റ്, ഒരു ഡാറ്റ ഉൾക്കൊള്ളിക്കേണ്ട രീതിയിലായതുകൊണ്ട് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ വലിയ റിസ്ക് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്താക്കാം, ഇത് ഓവർ ഫിറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഓവർ ഫിറ്റിംഗിലാണ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്നത് ഇവിടെ ടേക്കിംഗ് സം ഡാറ്റ വാട്ട് വിൽ ബി ക്ലാസ് ലേബൽ SQ if K is equal to 72. അതാ ഇവിടെ +0.31 -0.41 ആണുള്ളത്. ടോട്ടൽ 72. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ +31 അതിൽ ഒരു പോയിന്റ് SQ പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഈ SQ എടുത്താൽ തന്നെ ഇതിൻ്റെ നിയറസ്റ്റ് നമ്മൾ 72 എടുത്താൽ ഇത് എങ്ങനെ എടുത്താലും ഇത് സപ്രഷന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ. നിയറസ്റ്റ് ഏത് ഡാറ്റ എടുത്താലും. അപ്പോൾ ഈവൻ when SQ is closer to plus K does not fit ട്രെയിനിങ് ഡാറ്റയിൽ ഫിറ്റ് ആവില്ല. ഓക്കെ, ആസ് K increases KNN അണ്ടർ ഫിറ്റ് ആണ് കേസ്. അപ്പം ഇതാണ് ഈ രണ്ട് ഇതിലും ഒന്നിലും ഇവിടെ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എക്സിൽ K നോക്കുന്നു. അപ്പോൾ ഇതിൽ ഈ K ഇൻക്രീസ് ഏറ്റവും കുറവാണെങ്കിൽ ഇത് ഓവർഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഓവർഫിറ്റ് കിട്ടി. അഥവാ K ഏറ്റവും കൂടുതലാണെങ്കിൽ Kൻ്റെ വാല്യൂ ഇവിടെ എത്തുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരാം. അപ്പോൾ ഇത് അണ്ടർ ഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് ഓഫിന് വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു മീഡിയം റേഞ്ചിലുള്ള K വാല്യൂ ആണ് നമ്മൾ പർപ്പസിന് എടുക്കല്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ അണ്ടർ ഫിറ്റ്. അപ്പോൾ നമ്മൾ K സെലക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഓവർ ഫിറ്റോ ആയിരുന്നു അണ്ടർ ഫിറ്റോ അതിൻ്റെ ഇടയിലുള്ള വാല്യൂ ആയിട്ടായിരിക്കും K സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ട്രെയിനിങ് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. KNN സ്റ്റോർ ദ എൻ്റയർ ഡാറ്റ ഓക്കെ ഡ്യൂറിങ് ദ ട്രെയിനിങ് ടൈം. അപ്പം അതിൻ്റെ ട്രെയിനിങ് ടൈം കോംപ്ലക്സിറ്റി of 1 ആണ്. ഓക്കെ, now computation done and store the only data. Can store the entire data space complexity n into d. Okay, space complexity of n into d. Next already നമ്മൾ പറഞ്ഞാണ് ടച്ച് ടൈം കോംപ്ലക്സിറ്റി ആണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രെയിനിങ് ഡാറ്റ ആൻഡ് SQ തമ്മിലുള്ള
ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് n into d. ഓക്കെ, then സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ കാണുന്നത്? സോർട്ട് ദ ഡാറ്റ. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി ഓഫ് n log n ആണ്. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സോർട്ട് ചെയ്തതിന് ശേഷം പിക്ക് ദ നിയറസ്റ്റ് നെയ്ബർ. ഓക്കെ, നിയറസ്റ്റ് നെയ്ബർ നമ്മൾ പിക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് k ആണ്. ദെൻ മെജോറിറ്റി വോട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതിൻ്റെയും ഓഫ് k ആണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ദ ട്രെയിനിങ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് 1 അതേപോലെ ടെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് nd പ്ലസ് n log n ഓഫ് nd പ്ലസ് n log n. സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് nd ആണ്. ഇനി നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണ്. സപ്പോസ് ഒരു 40 ഡയബറ്റിക് പേഴ്സൻ്റ്. ഇതിൻ്റെ ക്ലാസ് പ്ലസ് ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. 40 നോൺ ഡയബറ്റിക് പേഷ്യൻ്റ്. ഓക്കെ, മൈനസ് ക്ലാസ് ആയിട്ട് കൊടുക്കുന്നു. KNN does not work on a categorical data. KNN യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് KNN വർക്ക് ചെയ്യുന്നത്. അപ്പം കാറ്റഗോറിക്കൽ ഡാറ്റയിൽ നമുക്ക് KNN അൽഗോരിതം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താക്കേണ്ടി വരും? ഇതിനെ KNN ഷുഡ് ബി കൺവേർട്ട് കാറ്റഗോറിക്കൽ ഡാറ്റ ഇൻറ്റു ന്യൂമറിക്കൽ ഡാറ്റ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് വൺ ഹോട്ട് എൻകോഡിംഗ് ടെക്നിക്ക്, അഥവാ OHE. വൺ ഹോട്ട് എൻകോഡിംഗ് ടെക്നിക്കിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ്, നോൺ ഡയബറ്റിക് പേഷ്യൻസ്, 40 ഡയബറ്റിക് നോൺ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ജെൻഡറിൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്, മെയിൽ ഫീമെയിൽ. ഏജിൽ ഒറ്റ ഏജ് ഒറ്റന്ന് BP ഉണ്ട്. പിന്നെ അതുപോലെ ഗ്ലൂക്കോസ് ലെവലുണ്ട്. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ് ലെവൽ A പോസിറ്റീവ്, B പോസിറ്റീവ്, അതുപോലെ തന്നെ O പോസിറ്റീവ്, AB പോസിറ്റീവ്, AB, ഇങ്ങനെ വ്യത്യസ്തമായ ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ഈ കാറ്റഗറിക്കൽ ഡാറ്റേനെയൊക്കെ നമുക്ക് എന്താക്കണം? കൺവേർട്ട് ടു ന്യൂമറിക്കൽ ഡാറ്റ ആക്കിയാൽ മാത്രമേ KNN നമുക്ക് ഇതിൽ വർക്കൗട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ ഹോട്ട് എൻകോഡിംഗ് ഓഫ് എ ജെൻഡർ ബിക്കോസ് became n,2. ഓക്കെ, സിമിലർലി ബ്ലഡ് ഗ്രൂപ്പ് n,8 ഇതുണ്ട്. അപ്പോൾ വൺ ഹോട്ട് എൻകോഡിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം മെയിലാണെങ്കിൽ മെയിലിനുള്ളതിന് മാത്രം 1 കൊടുക്കും, ബാക്കിയുള്ളത് 0. ഫീമെയിൽ എടുക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് ഫീമെയിൽ എടുക്കുകയാണെങ്കിൽ ഫീമെയിലിന് 1 കൊടുക്കും, ബാക്കിയുള്ളത് 0 ആയിട്ട് എടുക്കും. അതേപോലെ തന്നെ മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും ഫീമെയിൽ ആണെങ്കിൽ 1, മെയിലാണെങ്കിൽ ഇവിടെ 1, അങ്ങനെ ഇത് ജെൻഡറിൻ്റെ മാത്രം ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് എടുക്കേണ്ടി വരും. ടോട്ടൽ ഡയമെൻഷൻ ഓഫ് വൺ ഹോട്ട് എൻകോഡിങ് അഥവാ 5 ഡയമെൻഷൻ ഡാറ്റ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് 1, 2, 3, 4, 5 ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഡയമെൻഷൻ ഇവിടെ മെയിൽ ഫീമെയിൽ 2, ഏജ് 1, ബ്ലഡ് ഗ്രൂപ്പ് A പ്ലസ് പോസിറ്റീവ്, B പ്ലസ്, അങ്ങനെ ഗ്ലൂക്കോസ് 1, BP ലെവൽ. ടോട്ടൽ ഇത് എത്ര ഉണ്ട്? ഈ ഡയമെൻഷൻ ആകുമ്പോൾ 8 ഡയമെൻഷൻ, വലിയ ഡയമെൻഷൻ 8 ആണ്. അപ്പോൾ 8 ഡയമെൻഷൻ ഡാറ്റ ആയി. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഡയമെൻഷൻ, one hot encoding increase dimensions, it leads to curse of dimensionality. ഡയമെൻഷനാലിറ്റിൻ്റെ പ്രശ്നം വരും, മനസ്സിലായില്ലേ? അഥവാ ഓരോന്ന് ഇപ്പോൾ A പോസിറ്റീവ്, B പോസിറ്റീവ്, O പോസിറ്റീവ് ഇങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ A പോസിറ്റീവ് മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിന് മാത്രം 1 കൊടുക്കും, ബാക്കിയെല്ലാം 0. അങ്ങനെ ഇനി അടുത്തത് B പോസിറ്റീവ് ആണെങ്കിൽ ഇത് 0, ഇത് മാത്രം 1, ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ കേസ് ഓഫ് ഡയമെൻഷനാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ increases dimensions, it leads to curse of dimensionality. Hence target encoding shall be used. അപ്പോൾ നമുക്കറിയാം എൻകോഡിംഗ് ടെക്നിക്കലി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലീനിയർ റിഗ്രഷൻ്റെ വീഡിയോയിൽ നമ്മൾ വൺ ഹോട്ട് എൻകോഡിംഗ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ,
അപ്പോൾ വൺ ഹോട്ട് എൻകോഡിങ് ഇതിന് പകരം നമ്മൾ എന്താക്കും, ഡയമെൻഷണൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ടാർഗറ്റ് എൻകോഡിങ് യൂസ് ചെയ്യും. അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമുക്കറിയാം, സിഗ്മ ജെ ഈക്വൽ ടു 1 to 3 എക്സ് ജെ ഓഫ് 1 മൈനസ് ജെ ഓഫ് 2 ഓൾ സ്ക്വയർ റൂട്ട് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് അപ്പോൾ ഡ്യൂ ടു ഇപ്പോൾ ചെറിയ ഡയമെൻഷൻ ആണെങ്കിൽ ഡ്യൂ ടു ലോ ഡയമെൻഷൻ യൂക്ലിഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 ആൻഡ് xq അഥവാ x1 ഉം xq തമ്മിലുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഇതല്ലേ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് വെരി ലാർജ് ആയിരിക്കും. ഓക്കെ, f1 ഇത് f1 എന്നുള്ള ഫീച്ചറും f2 എന്നുള്ള ഫീച്ചേഴ്സും തമ്മിലുള്ള നമ്മൾ രണ്ട് ഡിസ്റ്റൻസ് കാണുകയാണെങ്കിൽ ഡയമെൻഷനാലിറ്റി ചെറുതാണെങ്കിലും ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെരി ലാർജ് ആയിരിക്കും. എന്നാൽ if the Euclid distance cannot be used due to the high dimension ആണെങ്കിലോ between x1 is very small ആയിരിക്കും. അപ്പോൾ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായില്ലേ? വാട്ട് ഈസ് അതർ ഡിസ്റ്റൻസ് യൂസ്ഡ്? അപ്പം നമ്മൾ സെക്കൻഡിൽ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ആണ്, പിന്നെ ഇങ്ങനത്തെ ഡയമെൻഷൻ കേസും ഡയമെൻഷനാലിറ്റിയിൽ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യും. ഈ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്തില്ല, ഇപ്പോൾ നമ്മൾ യൂക്ലിഡ് ഡിസ്റ്റൻസ് ഇതിപ്പോൾ D1 എന്നുള്ള ഫീച്ചർ D2 എന്നുള്ള ഫീച്ചർ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ഇവിടുന്ന് ഇങ്ങനെ വരും, ഈ ഡിസ്റ്റൻസ് കൂട്ടും പ്ലസ് ഈ ഡിസ്റ്റൻസ് D1 പ്ലസ് D2. മാൻഹാട്ടൻ ഡിസ്റ്റൻസ് എന്നാൽ D1 പ്ലസ് D2 ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ഏത് ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഡിസ്റ്റൻസ് കർണൽ സ്ക്വയർ ആ ഡിസ്റ്റൻസ് പകരം ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കും. ഇതാണ് മാൻഹാട്ടൻ ഡിസ്റ്റൻസ്. ഇത് നമ്മൾ എടുക്കൽ റൂട്ട്, ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് s2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 5 ഹോൾ സ്ക്വയർ, ഇതാണ് എടുക്കൽ. ഇതിന് പകരം നമ്മൾ ഈ D1 പ്ലസ് D2 ആണ് എടുക്കൽ ഡയമെൻഷനാലിറ്റി കൂടുതലാണെങ്കിൽ. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ ഇല്ല, അതിന് പകരം 1 ആയിട്ട് എടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ സ്ക്വയർ ആസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ക്വയർ സിമിലർ ടു L2 നോംസിന് ഈക്വലൻ്റ് ആണ്. അപ്പം കോൾഡ് L2 ഡിസ്റ്റൻസ് പറയാം. മാൻഹാട്ടൻ ആണെങ്കിൽ L1 നോംസിന് ഈക്വൽ ആണ്, അതുകൊണ്ട് കോൾഡ് L1 ഡിസ്റ്റൻസ്. ജനറലൈസേഷൻ പറഞ്ഞാൽ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ഈ സെയിം സംഭവം സിഗ്മ ഐ ഈക്വൽ ടു ജെ, സിഗ്മ ജെ ഈക്വൽ ടു 1:d sj1 മൈനസ് sj2 all raised to p all raised to 1/p. p ഈ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഇവിടെ 2 ആയിരിക്കും, മറ്റേ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1. അപ്പോൾ സാധാ ഇക്വേഷൻ കിട്ടും. അപ്പോൾ വൺ ഹോട്ട് എൻകോഡിംഗ് ക്രിയേറ്റ് ഹൈ ഡയമെൻഷണൽ സ്പേസ് ഡാറ്റ. ഓക്കെ, അതായത് മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ഗീവ് ദ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ആൾ ഫീച്ചേഴ്സ്. ഈവൻ ഇറലവൻറ്റ് ഫീച്ചേഴ്സ് ആണ് മാൻഹാട്ടൻ ഡിസ്റ്റൻസ് അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. വൺ ഹോട്ട് എൻകോഡിംഗ് ക്രിയേറ്റ് ഹൈ ഡയമെൻഷണൽ ആവുന്നതുകൊണ്ട് എൻകോഡിങ് യൂസ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അത് ഡിഫിക്കൽട്ടാണ്. ഇനി ഈ രണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പുതിയൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതിനെ കൊസൈൻ സിമിലാരിറ്റി ഓഫ് വൺ ഹോട്ട് എൻകോഡിംഗ്. സിൻസ് കൊസൈൻ സിമിലാരിറ്റി ഫോക്കസ് ഓൺ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ, ഇറ്റ് ഈസ് ഈസിലി ഇഗ്നോർ ഇറലവൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ മാൻഹാട്ടൻ ഡിസ്റ്റൻസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ ഫീച്ചേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ഇറലവൻറ്റ് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും അതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് ആ ഇറലവൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊസൈൻ സിമിലാരിറ്റി യൂസ് ചെയ്യുന്നത്. കൊസൈൻ സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി x1 x2 ആണെങ്കിൽ x1 into x2 divided by s magnitude of x1 into magnitude of x2. ഓക്കെ, അപ്പോൾ ഈ ഒരു
ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ കൊസൈൻ സിമിലാരിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കൊസൈനിൻ്റെ വാല്യൂ -1 to 1 ആണ്. ഓക്കെ, അപ്പോൾ -1 ആണ് ആൻസർ കിട്ടണമെങ്കിൽ ലീസ്റ്റ് സിമിലർ ആണ് എന്ന് പറയും. എന്നാൽ 1 ആണ് ആൻസർ കിട്ടണമെങ്കിലോ മോസ്റ്റ് സിമിലർ. അപ്പോൾ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. ഇനി ഡിസ്റ്റൻസ് മെട്രിക് യൂസ് ഡിസ്റ്റൻസ് മെട്രിക് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫോർ ലോ ഡയമെൻഷണൽ ഡാറ്റ ആണെങ്കിൽ നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. കൊസൈൻ സിമിലാരിറ്റി ആണെങ്കിലോ ഫോർ ഹൈ ഡയമെൻഷണൽ ഡാറ്റ ആണെങ്കിൽ കൊസൈൻ സിമിലാരിറ്റി നമ്മൾ യൂസ് ചെയ്യും. മൻഹാട്ടൻ ആണെങ്കിൽ യൂസ്ഫുൾ വെൻ ഡാറ്റ ലൈക്ക് മാപ്പ് പോലെ ആണെങ്കിൽ നമുക്ക് മൻഹാട്ടൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യാം. മിൻകോസ്കി യൂസ്ഡ് ഫോർ കസ്റ്റം ഡിസ്റ്റൻസ് മെട്രിക് ഇത് യൂസ് ചെയ്യുന്നു. ഗൂഗിൾ ഇമേജ് യൂസ് കാനൺ ടു പ്രൊവൈഡ് എ ഫേമസ് മൊമെന്റ് ജസ്റ്റ് ബൈ സെർച്ചിങ് സിറ്റി. നമ്മൾ ഒരു സിറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് ഡാറ്റ കൊണ്ടുവരുന്നതെന്നുള്ള അതിൻ്റെ ഒരു ഇത് ഏതാണെന്ന് നമ്മളിവിടെ നോക്കുന്നത്. ക്യാൻ വർക്ക് ഫോർ ദ ഫാസ്റ്റ് ഇൻ ഗൂഗിൾ സെർച്ചിൽ ക്യാൻ വർക്ക് ചെയ്യും കൂടുതൽ നല്ല ഫാസ്റ്റ് ആയിട്ട്. ബൈ ഹാഷിംഗ് അൽഗോരിതം ആണ് ക്യാനൺ ഗൂഗിൾ സെർച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൊക്കാലിറ്റി സെൻസിറ്റീവ് ഹാഷിംഗ് ടെക്നിക്കാണ് ഈ ഒരു അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ഹാഷിംഗ്? എന്താണ് ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോറിംഗ് ഓഫ് ഡാറ്റ ഇൻ എ കീ വാല്യൂ പെയർ അനലോഗസ് ടു ഡിക്ഷണറി. ഓക്കെ, അപ്പോൾ കീ ഡൽഹി എന്നുള്ള ഒരു ഇതാണ് നമ്മളെ കീ. ഡൽഹി മുംബൈ എന്നുള്ള 2 ടൗൺ എടുക്കുക. ഈ ടൗണിന് ഈ ഡൽഹി എന്നുള്ള ഇതിൻ്റെ വാല്യൂ ആയിട്ട് എങ്ങനെ സൂചിപ്പിക്കുന്നതിന് ഇതിന് നമ്മൾ ഇന്ത്യ ഗേറ്റ്, ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്. അപ്പോൾ ഡൽഹി എന്നുള്ള ഒരു കീ, ഡൽഹി എന്നുള്ള സിറ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഹാഷിംഗ് ടെക്നിക്കിൽ എന്താ യൂസ് ചെയ്യുന്നത്? ഡൽഹി എന്ന് അടിക്കുമ്പോൾ ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, കുത്തുബ് മിനാർ. ഓക്കെ, ഇതിൻ്റെ ഹാഷിംഗ് ടെക്നിക്ക് കറസ്പോണ്ടിൽ ഇതേപോലെ കൊടുക്കും. പിന്നെ മുംബൈക്കോ മറൈൻ ഡ്രൈവ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇഫ് കൊറി ഈക്വൽ ടു ഡൽഹി ആണെങ്കിൽ റിട്ടേൺ ടു ഈ കൊറി ഡൽഹിയെ നമ്മൾ ഡൽഹിയിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, കുത്തുബ് മിനാർ വരും. ഓക്കെ, ഇമേജിൽ ക്വിക്ക്ലി റിട്ടേൺ ടു ഡാറ്റ, ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ പെട്ടെന്ന് ഡാറ്റയിലേക്ക് എത്താൻ ടൈം കോംപ്ലക്സിറ്റി ഓഫ് 1 ആണ്. അപ്പോൾ ഇത് ഈ ലോക്കലി സെൻസിറ്റീവ് ഹാഷിങ്ങിൽ എങ്ങനെ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നത്. ഹൗ ഡസ് ലോക്കലി സെൻസിറ്റീവ് ഹാഷിംഗ് വർക്ക്? ഫോർ ഹാഷ് ടേബിൾ ക്രിയേറ്റ് റാൻഡമൈസ്ഡ് ഹാഷ് ഫംഗ്ഷൻ h of x അത് ഗീവ് കീ ഫോർ ഹാഷ് ടേബിൾ. ഓക്കെ, h of x ആണ് കീ ഫോർ ഹാഷ് ടേബിൾസ്. ഹാഷ് ടേബിൾ ഇതാണ്. ഓക്കെ, ഇതിലൊരു കീ ഉണ്ടാവും, കറസ്പോണ്ടിങ് വേരിയബിൾ ഉണ്ടാവും. ഇപ്പോൾ 010 ആണെങ്കിൽ S1, X4 കിട്ടും. 110 ആണെങ്കിൽ S2 കിട്ടും. 0111 ആണെങ്കിൽ S3 കിട്ടും. ഓക്കെ, അപ്പോൾ P of H of X1 is equal H of X4 increases and ls conclude the X1 and X4 are near the point. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹാഷിങ്ങിൽ ഡൽഹിയിൽ നിന്ന് അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് വരും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മുംബൈക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് ഇത് വരും. ഓക്കെ, ഇപ്പോൾ ഇഫ് കൊറി ഡൽഹി ആണെങ്കിൽ റിട്ടേൺ ഇന്ത്യ ഗേറ്റ്, റെഡ് ഫോർട്ട്, കുത്തുബ് മിനാറൊക്കെ വരും. ഓക്കെ, അപ്പോൾ
return quickly data. ഇപ്പോൾ ഇതിൽ how does LSH വർക്ക് എങ്ങനെയാണെന്ന് നോക്കി വെച്ചാൽ ഹാഷ് ടേബിൾ ക്രിയേറ്റ് റാൻഡമൈസ് ഹാഷ് ഫംഗ്ഷൻ h of x gives the key for hash table. Okay, അപ്പോൾ ഇത് features 1, features 2, features 3 ഇതിനൊക്കെ കറസ്പോണ്ടിങ് ഫീച്ചേഴ്സിന് ഉള്ള ഓരോ ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, അങ്ങനെ സോ ആണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഉദാഹരണത്തിന് we take a random vector, ഒരു റാൻഡം വെക്ടർ എടുത്തു. റാൻഡം വെക്ടർ v1 is equal to 10, -20, 30. അപ്പോൾ v1 ഇത് കറസ്പോണ്ട് v1, v12, v13 ആയിട്ട് ഇതിനെ എടുത്തു. ഇനി h of x എന്ന് പറഞ്ഞാൽ if f1 features greater than v11, ഈ 1 എന്ന് കൊടുക്കൽ എങ്ങനെയാ വെച്ചാൽ ഈ f1 ഫീച്ചർ ഗ്രേറ്റർ ദാൻ v11 അഥവാ f1 ഫീച്ചേഴ്സ് ഏതാണ് f1 ഫീച്ചേഴ്സ് ഇവിടെ ഇത് ഈ 5 ഗ്രേറ്റർ ഇത് 5 ഗ്രേറ്റർ ദാൻ v11 പറഞ്ഞാൽ 10 അല്ലേ. അപ്പോൾ ഈ 5 അത് നോ ആണ്. അപ്പോൾ ഈ 5 ഇതിന് v1 ആയിട്ട് ചെറുതാണ്. അപ്പോൾ അത് ഈ കേസ് തെറ്റി. അപ്പോൾ ഇതിന് 0 കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ 0 എന്നുള്ളൊരു വാല്യൂ കിട്ടിയത്. അതേപോലെ f2 നെക്സ്റ്റ് നോക്കുന്ന f2 ഗ്രേറ്റർ ദാൻ v12 അഥവാ f2 എന്നുള്ളത് ഇവിടെ 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ v12 -20. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇവിടെ 1 കൊടുത്ത് മനസ്സിലായില്ലേ. ഇനി f3 എന്നുള്ള വിഷയം 7 ആണ്. ഗ്രേറ്റർ ദാൻ 7 ഗ്രേറ്റർ ദാൻ v13 എത്ര 30. അപ്പോൾ തെറ്റാ. അപ്പോൾ 0 കൊടുത്ത്. അതേപോലെ ഇത് കൊടുക്കും. ഈ s1 എന്നുള്ള കഴിഞ്ഞു. ഇനി s2ലും അതേപോലെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ് ഇപ്പോൾ ഉദാഹരണത്തിൽ ഇത് ഡൽഹി വിചാരിക്കുക. ഡൽഹി അതിൻ്റെ കറസ്പോണ്ടിങ് ഫീച്ചർ, ഇത് മുംബൈ, ഇത് ബാംഗ്ലൂർ, ഇങ്ങനെ വ്യത്യസ്തമായ ഇതാണ് എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് വെക്ടർ നമ്മൾ അടിച്ചു നോക്കുന്ന വെക്ടറിൽ അഥവാ നമ്മൾ ഏതാണ് ചെക്ക് ചെയ്ത് ഒരു ഉദാഹരണത്തിൽ ഇപ്പം കൊച്ചി എടുക്കുക. കൊച്ചിൻ്റെ കറസ്പോണ്ടിങ് വെക്ടറാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് സെർച്ച് ചെയ്യാൻ കൊടുത്താൽ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇവിടെ അടുത്തുള്ള ഈ ഹാഷ് ടേബിളിൽ ലീസ്റ്റ് സെൻസിറ്റീവ് ഹാഷ് ടേബിൾ ഇത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇതിൽ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിൽ ഫസ്റ്റ് ഇതിനോട് ഔട്ട്പുട്ട് വരണമല്ലോ. അപ്പോൾ ഇതിൽ ഇതെല്ലാം കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 0, 1, 0, ഈ വേറെ എവിടെയെങ്കിലും 0, 1, 0 ഉണ്ടോ നോക്കും. അപ്പോൾ ഇവിടെയും 0, 1, 0 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇമേജസ് നമുക്ക് സെർച്ച് ഔട്ട്പുട്ടായിട്ട് വരും. രണ്ട് സിമിലർ ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ക്യാനൻ യൂസ് ചെയ്തിട്ട് ഇത് രണ്ട് സിമിലർ ആണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ രണ്ട് ഇമേജ് ആയിരിക്കും നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇമേജ് സെർച്ചിൽ വരില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമിലർ ഇമേജ് സെർച്ച് ഔട്ട്പുട്ട് നമുക്ക് തരും. അതാണ് ഹാഷ് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? LSS ഗ്രൂപ്പ്സ് സിമിലർ ഡാറ്റ നമ്മൾ പറഞ്ഞു. സിമിലർ ഡാറ്റ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഫ്രോം സം SQH we run can only for data point having access instead of all data. Okay, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പ്യൂട്ടിംഗ് ആണ്. ഇമ്പ്യൂട്ടിംഗ് എങ്ങനെ യൂസ് ചെയ്യാന്ന്. അപ്പോൾ സാധാരണ ഇമ്പ്യൂട്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിലും എന്തായിരിക്കും മീൻ വാല്യൂ യൂസ് ചെയ്ത് ഇമ്പ്യൂട്ട് ചെയ്യും. ഇമ്പ്യൂട്ട് മീൻസ് ഇപ്പം നമുക്ക് ഉദാഹരണത്തിൽ നമ്മൾ ഡാറ്റ സെറ്റ്, ഈ ഡാറ്റ സെറ്റിൽ ഈ ഒരു വാല്യൂ മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂവിനെ നമുക്ക് അനാലിസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ റോ ഒഴിവാക്കണം. ഈ റോ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇങ്ങനെ ഈ റോ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ കുറേ ഡാറ്റകൾ നമുക്ക് പോകും. ഓക്കെ, റോ ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സ് എന്നുള്ള റോ ഒഴിവാക്കിയാൽ ഡാറ്റ പോകും. ഈ കോൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് ഡാറ്റ മിസ്സാവും. അപ്പോൾ അതൊരു നല്ലൊരു മെത്തേഡല്ല. അപ്പോൾ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ഇമ്പ്യൂട്ടേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്താക്കും, ഒന്നെങ്കിൽ മീനിൽ മീഡിയനിലോ വെച്ച ഫീച്ചേഴ്സ് കണ്ടുപിടിച്ചിട്ട്
നമ്മൾ അതിനെ ഒരു കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്താൽ ആ റോനോടെ നിലനിർത്തും. അനാലിസിസ് ഡാറ്റ ആൻഡ് മാനുവലി ഇമ്പ്യൂട്ട് വാല്യൂ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ഓൾ ഡാറ്റ. മീനും മീഡിയനും ഓൾ ഡാറ്റയാണ് നമ്മൾ സാധാരണ എടുക്കൽ. അപ്പോൾ ഈ ഇമ്പ്യൂട്ടിംഗ് ടെക്നിക്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ മിസ്സിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ xi എന്നുള്ള ഈ ഒരു ഇവിടെയാണല്ലോ നമുക്ക് മിസ് ഉള്ളത്. നമ്മൾ ഈ മൊത്തം ഡാറ്റനെ നമ്മൾ ഒഴിവാക്കും. ഈ കോളത്തെ നമ്മൾ ഇല്ലയെന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, എക്സ്ക്ലൂഡിങ് fj കോളം നമ്മൾ ഒഴിവാക്കും. പിന്നെ ബാക്കിയുള്ള ഈ f1 f2 fj -1 അതിൻ്റെ മുന്നത്തുള്ള കോളം എടുക്കും, fj +1 ഉള്ള കോളം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്നിട്ട് ഈ മുന്നത്തുള്ള സ്റ്റെപ്പ് 1 എക്സ്ക്ലൂഡ് fj അത് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്നിട്ട് നമ്മൾ ഈ ഒരു എക്സ്ക്ലൂഡ് ചെയ്ത fj എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഈ fj -1 ഈ കോളവും തമ്മിലുള്ള ഈ രണ്ട് കോളത്തിൽ നിന്ന് എന്താക്കും, ഇത് വെച്ചിട്ട് നമ്മൾ നിയറസ്റ്റ് നെയ്ബർ ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ രണ്ട് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് വാല്യൂയിൽ നിന്ന് ഈ fjൻ്റെ നിയറസ്റ്റ് ഇത് രണ്ടും നിയറസ്റ്റ് ആയിട്ട് എടുത്ത് ഇത് കറസ്പോണ്ടിങ് ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. fj അഥവാ S2ൻ്റെ ഈ കോളത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അതേപോലെ തന്നെ ഇതില്ലല്ലോ, ഇവിടത്തെയും ഈ കോളത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് മിസ്സിങ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സപ്പോസ് x1 x20 x30 നിയറസ്റ്റ് നെയ്ബേഴ്സ് ആണെങ്കിൽ നമ്മൾ x1 x20 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ അതിൻ്റെ നിയറസ്റ്റ് നെയ്ബർ എടുത്ത് വെച്ചിട്ട് ആവറേജ് എടുക്കും. ആവറേജ് എടുത്തിട്ട് ആ വാല്യൂ നമ്മളെ ഇതിലേക്ക് മിസ് ചെയ്ത വാല്യൂത്തിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് k നിയറസ്റ്റ് നെയ്ബർഹുഡ് ഇമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്ദി.